നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ പേരിൽ അവള് കൃത്യമായിട്ട് വഴിപാടൊക്കെ കഴിക്കോ? അതൊക്കെ കഴിച്ചോളും, നീ ടെൻഷൻ അടിക്കാതെ മോളെ. എനിക്കൊരു ടെൻഷനും ഇല്ലമ്മേ. ഒരു താലിച്ചരടി കെട്ടിയിടാനുള്ളതല്ല എന്റെ സ്വപ്നങ്ങളെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്തൊക്കെ വഴിപാട് കഴിച്ചാലും ഈ വിവാഹം നടക്കില്ല. ഇനി വൈകണ്ട, ഗൗതം വേഗം ഇറങ്ങട്ടെ. ക്ഷേത്രത്തില് വിളിച്ച് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടില്ലേ? ഉണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവനങ്ങ് ചെന്നാ മാത്രം മതി. അധിക സ്പീഡിലൊന്നും പോവണ്ട, സൂക്ഷിക്കണം. എന്താ ഏട്ടാ ഇത്? ഗൗതം കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, അവൻ പോയിട്ടിങ് വന്നോളും. പരദേവതാ ക്ഷേത്രത്തിൽ ഇൻവിറ്റേഷൻ കാർഡ് പൂജിക്കുന്നതിനൊപ്പം ഈ താലിയും സമർപ്പിക്കണം. പണ്ട് മുതലേ കാട്ടിലമ്മയ്ക്ക് താലി സമർപ്പിച്ചിട്ടാ ഇവിടുത്തെ പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാ. ഞാൻ ആദ്യമായിട്ട് ആ ക്ഷേത്രത്തിൽ പോയത് ഏട്ടന്റെ കല്യാണത്തിന് മുൻപ് ഇതുപോലെ താലി സമർപ്പിക്കാനായിരുന്നു. ഞാനും പാർവതി അത് കഴിഞ്ഞ് 3-4 പ്രാവശ്യം പോയിരുന്നു. ഇവൻ കുഞ്ഞായിരിക്കുമ്പോ കൊണ്ടുപോയി തൊഴിച്ചിട്ടുണ്ട്. എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. അന്ന് വള്ളത്തിലൊക്കെ കയറിയാണ് പോയതെന്നാ ഓർമ്മ. വള്ളമല്ല, കടത്ത്. ഇപ്പൊ അതൊക്കെ മാറി പാലം വന്നു കാണും. നിന്റെ കല്യാണം കഴിഞ്ഞ് ശിവാനിയെ കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോണം. തീർച്ചയായും വേണം. ഇന്ന് കല്യാണത്തിനുള്ള ആഭരണങ്ങൾ സ്വർണ്ണമൊക്കെ വാങ്ങേണ്ടതുകൊണ്ടാ. അല്ലെങ്കിൽ ഇവന്റെ കൂടെ നമുക്കും പോകായിരുന്നു.